ചിലര് മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ പേയ്മെന്റ് നടത്താൻ പൈസയില്ല. ഡെഡ് ബോഡി പുറത്തേക്ക് കൊണ്ടുവരണം. എത്ര സ്ഥലത്ത് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആശുപത്രികൾ കൊടുത്തിട്ടുണ്ട്. എത്ര ഗൗരവതരമായ വിഷയം. നമുക്കൊക്കെ പലർക്കും പല ആശുപത്രികളിലും ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കടം പറഞ്ഞിരിക്കുകയാണ് പല പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി. സർ, ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം ഏറെ നമുക്കൊക്കെ അറിയാം, MLA-മാരൊക്കെ ഓഫീസ് തുറക്കുമ്പോൾ 50% ആളുകൾ വരുന്നത് ഹോസ്പിറ്റലിന്റെ ബില്ലും വൃക്ക, മജ്ജ, ലിവർ പോലെയുള്ള മാറ്റിവെക്കലിന്റെ പ്രയാസം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. ബഹുമാനനായ മുഖ്യമന്ത്രി നല്ല ഹോംവർക്ക് നടത്തി ഇന്ത്യയിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഈ 25 ലക്ഷം രൂപയുടെ പോളിസിയിൽ ഒന്ന് കിഡ്നി മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ, മജ്ജയും ലിവറും മാറ്റിവെക്കുന്നത് ഉൾപ്പെടുത്തുമോ എന്നുള്ളതും, എൻ്റെ മഞ്ചേശ്വരം മണ്ഡലക്കാര് ആശ്രയിക്കാനുള്ള ഏക ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജാണ്. ഒരു 50-60% ആളുകൾ മംഗലാപുരത്തെ ഹോസ്പിറ്റലുകളെയും മെഡിക്കൽ കോളേജുകളെയുമാണ് ആശ്രയിക്കുന്നത്. അങ്ങയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഞങ്ങളുടെ കാസർഗോഡ് അതിർത്തിയിലെ ആളുകൾക്ക് മംഗലാപുരത്തെ ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ കാലങ്ങൾ കാരുണ്യ ബെനവലന്റ് ഫണ്ടിലും അത് ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കുടുംബത്തിന് ചെയ്യേണ്ടി വരുന്നത്. കുടുംബത്തിന്റെ ബാലൻസ് മുഴുവൻ പോവുകയാണ്. നമ്മൾ ഓരോ ചികിത്സയും ആശുപത്രിയിൽ ബില്ല് കൊടുത്ത് ഇറങ്ങുന്നത് വീട് പണയപ്പെടുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. വീട് പണയപ്പെടുത്തിയിട്ട് എനിക്ക് എത്രയോ കേസുകൾ അറിയാം. വീട് പണയപ്പെടുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് പിന്നീട് റിക്കവറി വന്ന കുടുംബങ്ങളെ നമുക്കറിയാം. ചികിത്സാ ചെലവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളം ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാണ് കേരളം. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. വി ഹാവ് മെയ്ഡ് സ്റ്റഡീസ്. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. വിദേശത്തും നമ്മുടെ സംസ്ഥാനത്തുമുള്ള രാജ്യത്തുമുള്ള ആരോഗ്യ വിദഗ്ധരെ 300ഓളം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചു. ഹെൽത്ത് കമ്മീഷൻ വെച്ചു. ഞങ്ങൾ വിശദമായി പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത്. ആ മാനിഫെസ്റ്റോയിലാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ഈ ബജറ്റും വന്നത്. വളരെ ഗൗരവത്തോടു കൂടി ആരോഗ്യ മേഖലയിലെ ഈ വിഷയങ്ങൾ ഞങ്ങൾ കാണുകയാണ്.